നമസ്കാരം, ഞാൻ ശ്രുതി രാഘവൻ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. എല്ലാ സൈക്കോളജി സ്റ്റുഡൻസിനും നമ്മളുടെ പുതിയ അക്കാഡമിക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോ അനാലിസിസിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ, സൈക്കോ അനാലിസിസ് എന്താണ്? സിസ്റ്റം ഓഫ് സൈക്കോ അനാലിസിസ് എന്നാണ് നമ്മൾ പറയാറ്. അതിനകത്ത് ഒരുപാട് കോൺസെപ്റ്റ് ഫ്രോയിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫസ്റ്റ് ഫോർമൽ തിയറി ഓഫ് പേഴ്സണാലിറ്റിയാണ്. പിന്നീട് ഒട്ടനവധി പേഴ്സണാലിറ്റി തിയറീസ് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ആദ്യത്തെ ഒരു ഫോർമൽ തിയറി ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും സൈക്കോ അനാലിസിസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇനി സൈക്കോളജിയിൽ പേഴ്സണാലിറ്റിയുടെ മറ്റ് തിയറീസ് പഠിക്കുമ്പോൾ ഒരു പേഴ്സണാലിറ്റി ഫീൽഡിൽ ഒരുപാട് സൈക്കോളജിസ്റ്റുകളുടെ ഒരുപാട് തിയറീസ് ഉണ്ട്. ആ തിയറീസ് ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഫ്രോയിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ഒരു സൈക്കോ അനാലിസിസിനെ പറ്റിയിട്ട് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിനകത്ത് അദ്ദേഹം എങ്ങനെയാണ് പേഴ്സണാലിറ്റീനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ കോൺസെപ്റ്റ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി തിയറി അദ്ദേഹം എങ്ങനെയാണ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് കഴിഞ്ഞ് പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടുള്ള എല്ലാ പേഴ്സണാലിറ്റി തിയറീസും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്ലൈഡിൽ ഞാൻ ഇതൊക്കെ തന്നെയാണ്, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഫസ്റ്റ് സ്ലൈഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു തിയറി ഓഫ് നമ്മൾ പെട്ടെന്ന് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഫോർമൽ തിയറി ഓഫ് പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുമെങ്കിലും അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് കോൺസെപ്റ്റ് അതിനകത്ത് ഫ്രോയിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സൈക്കോ അനാലിസിസിൻ്റെ അണ്ടറിൽ. ഈവൻ ഒരു മെൻ്റൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഇൽനെസ്സിനെയൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പുതിയൊരു തെറാപ്യൂട്ടിക് അപ്രോച്ച്, സൈക്കോ അനാലിറ്റിക് തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ സൈക്കോ അനാലിസിസിൽ അദ്ദേഹം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസെപ്റ്റാണ് ലെവൽസ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലെവൽസ് ഓഫ് പേഴ്സണാലിറ്റിയിൽ അദ്ദേഹം നമ്മളുടെ പേഴ്സണാലിറ്റീനെ അല്ലെങ്കിൽ നമ്മളുടെ ഹ്യൂമൻ മൈൻഡിനെ മൂന്ന് ലെവൽസായിട്ട് ഡിവൈഡ് ചെയ്യുകയും അതിനെ നമുക്ക് കുറച്ച് എളുപ്പം മനസ്സിലാക്കാനായിട്ട് ഒരു ഐസ്ബർഗ് മോഡലുമായിട്ട് കമ്പയർ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ 3 ലെവൽസാണ് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്: കോൺഷ്യസ് ലെവൽ, പ്രിക്കോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് ലെവൽ, അൺകോൺഷ്യസ് ലെവൽ. ഇങ്ങനെ 3 ലെവൽസാണ് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്. കോൺഷ്യസ് ലെവൽ എന്ന് വെച്ചാൽ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പിക്ചറിനകത്ത് നിങ്ങൾ ആ ഐസ്ബർഗ് മോഡലാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ വാട്ടർ സർഫസിന് മുകളിൽ നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്ന വളരെ കുറച്ച് പോർഷൻ, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഈ കോൺഷ്യസ് ലെവൽ എന്ന് പറയുന്നത്. അത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾ ലിസൺ ചെയ്യുന്നു. നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിലുള്ള കോൺഷ്യസ്ലി നിങ്ങളിപ്പോൾ ഈ കാര്യമാണ് അവെയർ ആയിരിക്കുന്നത്. ആ ഒരു കോൺഷ്യസ് ലെവലിലുള്ള ഒരു തോട്ട്സ്, പെർസെപ്ഷൻസ് ഒക്കെയാണ് കോൺഷ്യസ് ലെവലിൽ വരുന്നത്. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് വരുന്നത് കണ്ടു അൺകോൺഷ്യസ് ലെവൽ എന്ന് പറയുന്നത്. സൈക്കോ അനാലിസിസിൻ്റെ ഏറ്റവും കോർ കോൺസെപ്റ്റും ഏത് തന്നെയാണ്? ഈ അൺകോൺഷ്യസ് ലെവലാണ്. സൈക്കോ അനാലിസിസിൽ അദ്ദേഹം എന്തൊക്കെ കോൺസെപ്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, അതെല്ലാം ഈ അൺകോൺഷ്യസ് ലെവലിനെ അടിസ്ഥാനമാക്കിയാണ് എല്ലാം ഈ സൈക്കോ അനാലിസിസിൽ ഡെവലപ്പ് ആയിട്ടുള്ളത്. അത് വളരെ ലാർജർ പോർഷനാണ് അല്ലേ, വളരെ ഇൻവിസിബിൾ ആയിട്ടുള്ള സർഫസ്, വാട്ടറിൻ്റെ സർഫസ് ഏറ്റവും താഴെ, ഏറ്റവും ഒരു ബിലോ ദ സർഫസാണ് ഈ അൺകോൺഷ്യസ് ലെവൽ വരുന്നത്. മറ്റേ കോൺഷ്യസ് ലെവൽ നോക്കുകയാണെങ്കിൽ വാട്ടർ സർഫസിന് എബവ് കുറച്ചൊരു മുകളിൽ നിൽക്കുന്ന കുറച്ചൊരു വളരെ ലിമിറ്റഡ് പോർഷൻ മാത്രമേ കോൺഷ്യസ് ലെവൽ വരുന്നുള്ളൂ. അൺകോൺഷ്യസ് ലെവൽ അങ്ങനെയല്ല. 3ാമത്തെ ലെവലായ അൺകോൺഷ്യസ് ലെവൽ അങ്ങനെയല്ല. അത് വളരെ ഡീപ്പായിട്ടുള്ള ലാർജറായിട്ടുള്ള ഒരു ഇൻവിസിബിൾ പോർഷനാണ് ബിലോ ദ സർഫസ്. ഓക്കെ, അപ്പം നമ്മളുടെ ഒരുപാട് എന്താ പറയുക, അതൊരു റിസർവോയറാണ്. പലതരം ഫീലിങ്സ്, തോട്ട്സ്, ഏർജസ്, കോൺഫ്ലിക്ട്സ്, അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഫീലിങ്സ്, ആങ്സൈറ്റി, പെയിൻ, ഫിയർ, ഷെയിംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, പാസ്റ്റ്, ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് ഈ അൺകോൺഷ്യസ് ലെവലിലാണ്. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക്, കോൺഷ്യസ് ലെവലിൻ്റെയും
അൺകോൺഷ്യസ് ലെവലിൻ്റെയും ഇടയ്ക്ക് വരുന്ന ആ ഒരു ലെവലാണ് പ്രിക്കോൺഷ്യസ് ലെവൽ എന്ന് വെച്ചാൽ. പ്രിക്കോൺഷ്യസ് ലെവൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സബ് കോൺഷ്യസ് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാതൊന്നുമില്ല. ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, പ്രിക്കോൺഷ്യസിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന സാധനം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ കോൺഷ്യസ് ലെവലിലുള്ള സംഗതിയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും ലിസൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിനിടയ്ക്കൂടെ നിങ്ങൾ ഇന്നലെ രാത്രി കഴിച്ച ഫുഡ് നല്ല ടേസ്റ്റി ആയിരുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പാർക്കിൽ പോയി ആ പാർക്കിൽ കണ്ട കാഴ്ചകൾ, അല്ലെങ്കിൽ അവിടെ നിന്ന് കഴിച്ച ഫുഡ്, ഇതൊക്കെ നിങ്ങളുടെ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തും നിങ്ങളുടെ മൈൻഡിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ പ്രിക്കോൺഷ്യസിൽ നിന്ന് എടുക്കുന്ന കാര്യങ്ങളാണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള സംഗതികളാണ് ഈ പ്രിക്കോൺഷ്യസിലുള്ളത്. പക്ഷേ അൺകോൺഷ്യസ് അങ്ങനെയല്ല. നിങ്ങൾക്കത് അത്ര പെട്ടെന്നൊന്നും തന്നെ കോൺഷ്യസ് ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വളരെ അൺഅവെയർ ആയിട്ട് കിടക്കുന്ന സംഗതികളാണ് അൺകോൺഷ്യസ് ലെവലിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അത് നമ്മളുടെ ബിഹേവിയറിൽ, നമ്മുടെ പേഴ്സണാലിറ്റിയിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മളുടെ വളരെ നിരന്തരം, വളരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ എല്ലാവരുടെയും പേഴ്സണാലിറ്റി, നമ്മളുടെ എല്ലാവരുടെയും വ്യക്തിത്വത്തെയും നമ്മളുടെ എല്ലാവരുടെയും ബിഹേവിയറിനെയും ഒക്കെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, സ്വാധീനിക്കുന്ന ഒന്നാണ് ഈ അൺകോൺഷ്യസ് ലെവലിൽ സ്റ്റോർ ചെയ്യപ്പെട്ടേക്കുന്ന സാധനങ്ങൾ എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ അൺകോൺഷ്യസ് മൈൻഡ് നമ്മളുടെ ബിഹേവിയറിനെ അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണാലിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട്. ഇപ്പോൾ നെഗറ്റീവ് തോട്ട്സ്. ഇപ്പോൾ ഒരാൾ പറയാണ്, ഇപ്പോൾ ഞാൻ ആ ചിത്രത്തിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ, ഐ കാൻ ഡു എനിത്തിങ് റൈറ്റ്, എനിക്കൊന്നും നേരെ ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ എന്ത് ചെയ്താലും തെറ്റിപ്പോവും, ഞാൻ ഒരിക്കലും നേരെയാകാൻ പോകുന്നത്, എൻ്റെ കാര്യങ്ങളെല്ലാം എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും, എന്നെ ഒന്നിനും കൊള്ളത്തില്ല, ഓക്കെ, എനിക്ക് ഒന്നിനും ഒരു കഴിയില്ല, എന്നെ കാണാൻ കൊള്ളില്ല. ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ്. അത് അയാളെക്കുറിച്ചാകാം, മറ്റുള്ളവരെക്കുറിച്ചാകാം, ഈ ലോകത്തെക്കുറിച്ചാകാം. ഓക്കെ, നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ കോർ ബിലീഫ്സ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അത്തരത്തിലുള്ള നെഗറ്റീവ് കോർ ബിലീഫ്സ് അവനവനെക്കുറിച്ചുള്ളതാകാം, മറ്റുള്ളവരെക്കുറിച്ചാകാം, ലോകത്തെക്കുറിച്ച്. ഇപ്പോൾ ദ വേൾഡ് ഈസ് നോട്ട് ഗുഡ്, അല്ലെങ്കിൽ ദ വേൾഡ് ഈസ് ബാഡ്, ദ വേൾഡ് ഈസ് ഡേഞ്ചറസ്, അല്ലെങ്കിൽ അതർ പീപ്പിൾ ആർ വെരി ഡേഞ്ചറസ്. ഇങ്ങനെയൊക്കെയുള്ള അവനവനെക്കുറിച്ചോ മറ്റുള്ളവരെക്കുറിച്ചോ ഈ ലോകത്തെക്കുറിച്ചൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ്. അതുപോലെ തന്നെ ദേഷ്യം, ഫീലിങ്സ് ഓഫ് ആങ്കർ, പെട്ടെന്ന് ദേഷ്യം വരിക, എല്ലാവരോടും പൊട്ടിത്തെറിക്കുക, റിപ്പീറ്റഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ബിഹേവിയർ, കമ്പൾസീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ്. ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സിൽ എപ്പോഴും ക്ലാഷസ്, കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്ന ആൾക്കാർ. ഓക്കെ, ഡിഫിക്കൽട്ട് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്. മറ്റുള്ളവരെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ്സ്, ഡിസ്ട്രെസ്സിങ് ആയിട്ടുള്ള, നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന തരത്തിലുള്ള സ്വപ്നങ്ങൾ, എപ്പോഴും നമുക്ക് മറ്റുള്ളവരെക്കുറിച്ച് തോന്നുന്ന ഫസ്റ്റ് ഇംപ്രഷൻ, പലതരത്തിലുള്ള പ്രജുഡിസ്, സ്റ്റീരിയോടൈപ്സ്, ഇതൊക്കെ തന്നെ നമുക്ക് വരുന്നത് എവിടെ നിന്നാണ്? ഇതിൻ്റെ എല്ലാം ഉറവിടം നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വാട്ടെവർ, ആ ഒരു അനുഭവങ്ങൾ, എക്സ്പീരിയൻസസ്, തോട്ട്സ് ഒക്കെയാണെന്നാണ് ഫ്രോയിഡ് പറയുന്നത്. നമ്മളുടെ പാസ്റ്റിൽ നമുക്കുണ്ടായിട്ടുള്ള വാട്ടെവർ, അൺപ്ലസൻ്റ് ആയിക്കോട്ടെ, ഓക്കെ, ഇതൊക്കെ തന്നെ ആ ഒരു എക്സ്പീരിയൻസസും ആ അൺകോൺഷ്യസ് ലെവലിൽ നമ്മൾ പോലും അറിയാതെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളുടെ ഈ പറയുന്ന ഈ രീതിയിലൊക്കെ തന്നെ നമ്മളുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് നെഗറ്റീവ് തോട്ട്സ് ഉണ്ടോ? ഇറ്റ് ഈസ് നമ്മളുടെ അൺകോൺഷ്യസ് ലെവലിൽ നിന്നാണ്, മൈൻഡിൽ നിന്നാണ്. പോസിറ്റീവ് തോട്ട്സ് വരുന്നുണ്ടോ? ഓക്കെ, അത് നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യത്തിൽ നിന്നായിരിക്കാം. ഓക്കെ, വളരെ കാമായിട്ടുള്ള ആളാണോ? ഓക്കെ, അയാളുടെ അൺകോൺഷ്യസ് ലെവലിൽ അത്രയും ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെ കടന്നു വന്ന ആൾക്കാരാണെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡിൽ ചിലപ്പോൾ വളരെ അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഫീലിങ്സും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് ആങ്കർ ഇഷ്യൂസായിട്ടും ഫ്രസ്ട്രേഷൻസ് ആയിട്ടും പല മാൽഡാപ്റ്റീവ് ബിഹേവിയേഴ്സായിട്ടും ബിഹേവിയർ ലെവലിൽ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫ്രോയിഡ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മളെപ്പോഴും ഫ്രോയിഡിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും സൈക്കോ അനാലിസിസിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും നമ്മൾ പൊതുവെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് ഈ ഫ്രോയിഡിയൻ സ്ലിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്നുമില്ല, ഈ അൺകോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു ഒരു പവർ എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു സംഗതിയാണ് ഫ്രോയിഡിയൻ സ്ലിപ്പ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് കോൺഷ്യസ്ലി ആക്സസിബിൾ അല്ലാത്ത ഒന്നാണ് അൺകോൺഷ്യസ് മൈൻഡ് എങ്കിലും നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചു അല്ലേ, വളരെ നിരന്തരം, വളരെ കണ്ടിന്യൂസ് ആയിട്ട്, വളരെ പവർഫുള്ളായിട്ട് നമ്മളുടെ പേഴ്സണാലിറ്റീനെയും ബിഹേവിയറിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്
അൺകോൺഷ്യസ് മൈൻഡ് എന്ന് നമ്മൾ പറഞ്ഞു, അൺകോൺഷ്യസ് ഒരു പാർട്ടെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ കോൺഷ്യസ്ലി ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചതല്ലാതെ ചില കാര്യങ്ങൾ പുറത്ത് വരും. അതിപ്പോൾ എന്താ പറയുക, അപ്പോൾ നമ്മൾ ചിലപ്പോൾ കളിയാക്കി പറയത്തില്ല, കണ്ട അവൻ്റെ ഉള്ളിലുള്ളതാണ് പുറത്ത് വന്നതെന്ന്. ചിലപ്പോൾ അയാൾ അതായിരിക്കത്തില്ല പറയാൻ ഉദ്ദേശിച്ചത്, പക്ഷേ ഉള്ളിലുള്ള കാര്യം അയാൾ പോലും അറിയാതെ പുറത്ത് വന്നു. അതിനെയാണ് ശരിക്കും ഫ്രോഡിയൻ സ്ലിപ്പ് എന്ന് പറയുന്നത്. അതിനകത്തൊരു കോമഡി ഒരു കാർട്ടൂൺ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ സിമ്പിളായിട്ടൊരു ഫണി ആയിട്ടുള്ളൊരു സംഗതിയാണ് ഫ്രോഡിയൻ സ്ലിപ്പ് എന്ന്. ഇത്രയേ ഉള്ളൂ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൻ്റെ പവറിനെ കാണിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം അതായിരിക്കത്തില്ല, പക്ഷേ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ചില സാധനങ്ങൾ ചില സമയത്ത് പുറത്ത് വരും. ഓക്കെ, അത്രയേ ഉള്ളൂ ഫ്രോഡിയൻ സ്ലിപ്പ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ, ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ മാത്രമേ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ ഇതുകൊണ്ടൊന്നും തീരുന്നതല്ല സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം, അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന കോൺസെപ്റ്റ്സ്. അപ്പം അടുത്ത വരും വീഡിയോസിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ എന്താ പറയുക, സൈക്കോ അനാലിസിസ് ആ ഒരു സിസ്റ്റത്തിൽ ആദ്യമായിട്ട് ഫ്രോയിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ലെവൽസ് ഓഫ് മൈൻഡ് എന്തൊക്കെയാണ്, കോൺഷ്യസ്, പ്രിക്കോൺഷ്യസ്, അൺകോൺഷ്യസ്, ഇത്രയും കാര്യങ്ങൾ മാത്രമേ പ്രധാനമായിട്ട് പറഞ്ഞു പോകുന്നുള്ളൂ. സൈക്കോ അനാലിസിസ് ആണ് ആദ്യത്തെ ഒരു ഫോർമൽ തിയറി ഓഫ് പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഏതൊരു സൈക്കോളജി സ്റ്റുഡൻറ്റും ആദ്യം മറ്റ് പേഴ്സണാലിറ്റി തിയറീസ് ഒക്കെ പഠിക്കുന്നതിന് മുന്നേയായിട്ട് ആദ്യം കൃത്യമായിട്ട് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സിസ്റ്റം തന്നെയാണ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് മറ്റൊരുപാട് കോൺസെപ്റ്റ് നമുക്ക് എന്താ പറയുക മനസ്സിലാക്കാനായിട്ടുണ്ട്. അതായത് അദ്ദേഹം ഡെവലപ്പ് ചെയ്ത സൈക്കോ അനാലിറ്റിക് തെറാപ്പി, ഓക്കെ, അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി, ആങ്സൈറ്റീനെ അദ്ദേഹം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഡിഫൻസ് മെക്കാനിസംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സൈക്കോസോഷ്യൽ സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സൈക്കോ അനാലിസിസ് എന്ന് പറഞ്ഞ സിസ്റ്റത്തിൻ്റെ മറ്റ് ക്രിറ്റിസിസം, അസസ്മെൻറ്റ്സ്, ഇതിൻ്റെ സയൻറ്റിഫിക് ഇതെല്ലാം ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ഓരോരോ വീഡിയോസായിട്ട് നമ്മൾ അതിനെ അപ്ലോഡ് ചെയ്യത്തേ ഉള്ളൂ. ഇപ്പോൾ ജസ്റ്റ് സൈക്കോ അനാലിസിസ് ആസ് ആൻ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ഇതിനകത്ത് താഴെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് എന്താ പറയുക, ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, താങ്ക് യു.